ഹായ് ഗൈസ്, കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന 2023 റിലീസായിട്ടുണ്ടായിരുന്ന ഒരു സീസണിൻ്റെ സെക്കൻഡ് സീരീസ് ഇന്നലെ റിലീസാവുകയുണ്ടായി. അജു വർഗീസും ലാലും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാസ്റ്റിംഗൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വളരെ മികച്ച ഒരു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ക്രൈം ത്രില്ലർ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസാണ് നമുക്ക് ഈ ഒരു സീസണിൽ പറയാൻ പറ്റും. അതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാസ്റ്റിംഗ് വളരെ മികച്ച രീതിയിൽ എല്ലാം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ചൂസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് ആയാലും വളരെ അടിപൊളിയായിട്ട് എല്ലാവർക്കും വളരെ കണക്റ്റീവായിട്ടുള്ള എറണാകുളം അതുപോലെ തന്നെ അത്തരം ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കണക്റ്റീവായിട്ടാണ് നമുക്ക് ഈ ഒരു സീരീസിലെയും ലൊക്കേഷനും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആദ്യത്തെ ഒരു 5 എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് വളരെ ത്രില്ലിങ്ങോടുകൂടി നമ്മളെ ആകാംക്ഷയുടെ മുൻമുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്ക് അയ്യോ ഇതായിരുന്നു ഇത് എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ വന്നേക്കാം. അത് ഈ പേഴ്സണലായിട്ടെൻ്റെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഓരോ എലമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ ഈ ഒരു പടത്തിൻ്റെ വളരെ പടത്തിൻ്റെ സീരീസിന് പ്രധാനമായിട്ടുള്ളൊരു വസ്തുവായിട്ട് വരുന്നുണ്ട്, ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു സീരീസിനെ 1 by 1 ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് തോന്നും എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു കാര്യം. നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുത്തിയിട്ടാണ് ഈ ഒരു ആദ്യത്തെ 5 എപ്പിസോഡ് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അറ്റ് എൻഡ് ഓഫ് അതായത് ലാസ്റ്റ് എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിന്തിച്ചു പോകും ഇതൊരു റീസൺ ആണോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ആ ഒരു സാഹചര്യമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര കാര്യമായിരിക്കാം. പക്ഷെ ചില ആളുകൾക്ക് ഇതായിരുന്നു ഈ ഒരു ക്രൈമിനുള്ള പ്രധാനപ്പെട്ട മോട്ടീവ് എന്നുള്ളൊരു തോട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രധാന കാസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ദ്രൻ ചേട്ടനായാലും അതുപോലെ തന്നെ ഹരിശ്രീശ്വരൻ ചേട്ടനായാലും വളരെ മനോഹരമായി നല്ല അടിപൊളിയായിട്ട് നല്ല സറ്റിലായിട്ട് അവർ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ സീസൺ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിവിടെ കമൻറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ബെസ്റ്റ് ഒരു ഫീൽ ഗുഡ് സീരീസ് തന്നെ ആയിരിക്കാം. ഫീൽ ഗുഡ് മീൻസ് ഒരു ക്രൈം ത്രില്ലർ ഫീൽ ഗുഡ് സീരീസ് തന്നെയാണിത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഒരു സീരീസുകളൊന്നും തന്നെയായിരിക്കും ഇത്. കാണുക, സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.